നമസ്കാരം. ഇന്ത്യൻ ആകാശത്തോടുന്ന വിമാനങ്ങളിൽ 60% ഇൻഡിഗോ എന്ന സ്വകാര്യ വിമാന കമ്പനിയുടേതാണ്. എയർ ഇന്ത്യ എത്രയോ വർഷത്തെ പഴക്കമുള്ള രാജ്യത്തിൻ്റെ അഭിമാന എയർലൈൻസാണ്. പക്ഷേ 60% ഇൻഡിഗോയുടെ ഉടമസ്ഥാവകാശത്തിലാണ്. പല വിമാന കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് ഓർക്കണം. ഏതാണ്ട് 2700 ഫ്ലൈറ്റുകളാണ് ഒരു ദിവസം ഇൻഡിഗോയുടെ പേരിൽ പറക്കുന്നത്. 137 ഡെസ്റ്റിനേഷനിലേക്ക് ഇൻഡിഗോ പറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരുടേതാണ് ഇൻഡിഗോ പലർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ അതിസമ്പന്നരുണ്ട്. ടാറ്റയും ബിർളയും അദാനിയും അംബാനിയും ഒക്കെ. അവർക്കൊക്കെ എല്ലാ മേഖലയിലും കയ്യൊപ്പുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും അല്ല ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് പറയുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2-3 ഹോട്ടലൊക്കെയുള്ള ഒരാൾ, അയാളുടെ ഇനിഷ്യേറ്റീവിൽ രാകേഷ് ഗാംഗ്വേൽ എന്ന ഒരു ഏവിയേഷൻ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ തുടങ്ങിയ സ്ഥാപനമാണ്. രാഹുൽ ഭാട്ടിയ എന്നാണ് ഇതിൻ്റെ സ്ഥാപകൻ്റെ പേര്. മറ്റ് പല ബിസിനസ്സുകാരെയും പോലെ പ്രാഞ്ചിയേട്ടനല്ല. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ താല്പര്യമില്ല. തൻ്റെ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇൻഡിഗോ വിജയിച്ചതിൻ്റെ കാരണം അതിൻ്റെ കൃത്യനിഷ്ഠയും ചെലവ് കുറഞ്ഞുള്ള ഓപ്പറേഷനുമാണ്. ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത്, അനേകം നഗരങ്ങളുള്ള രാജ്യത്ത് വിമാനയാത്രക്കാർ കുറവായിരുന്ന ഇടത്തരക്കാരെ പോലും വിമാനയാത്രയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുവന്ന് ആ മേഖല കീഴടക്കിയത് ഇൻഡിഗോയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിമാനയാത്രകൾ ചെലവ് കുറച്ച് നടത്താൻ കഴിയും എന്ന് തെളിയിച്ചു എന്നതാണ്. ചെലവ് കുറച്ച് വിമാന സർവീസ് നടത്തണമെങ്കിൽ അത്ര കാര്യക്ഷമതയോടുകൂടി അത് കൈകാര്യം ചെയ്യണം. ഇൻഡിഗോയെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. വിമാനത്തിൻ്റെ ടേൺ അറൗണ്ട് ടൈം വളരെ കുറവാണ്. ടേൺ അറൗണ്ട് ടൈമാണ് ഒരു വിമാനത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വിമാനം ഒരിടത്ത് വന്ന് ലാൻഡ് ചെയ്താൽ എത്രയും വേഗം അവിടുന്ന് തിരിച്ചു പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട ചെലവുകളൊന്നായി വരുന്നത് പാർക്കിംഗ് ഫീസാണ്. എയർ ഇന്ത്യക്ക് സംഭവിക്കുന്നത് ഒരിക്കൽ പോലും സമയത്തോടില്ല. സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോവാതെ വരുമ്പോൾ പിന്നെ മറ്റ് ഷെഡ്യൂളുകളെ ബാധിക്കാത്ത തരത്തിൽ വേണം പുതിയ ടൈം അലോട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടം പാർക്കിംഗ് ഫീസാണ്. ഇത്തരത്തിലെല്ലാം ഒഴിവാക്കി കൃത്യനിഷ്ഠ പാലിച്ച് അവർ യാത്ര ചെയ്യുന്നു. മാത്രമല്ല, ഒരു വിമാനത്തിൽ വന്നിറങ്ങുന്ന ജീവനക്കാരെ അപ്പോൾ തന്നെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുകയാണ്. വിമാനം പുറപ്പെടുന്നതിന് മുമ്പുള്ള സഹായങ്ങൾ അവർ തന്നെയായിരിക്കും വിമാനത്തിനുള്ളിൽ ചെയ്യുന്നതും. അങ്ങനെ ഒരു വിമാനത്തിൽ കയറി അത് പുറപ്പെടുന്നിടത്ത് ഇറങ്ങുന്നിടത്ത് തീരുന്നില്ല ജീവനക്കാരുടെ സേവനം. ഉടനടി തന്നെ അടുത്ത വിമാനത്തിലേക്ക് അവരുടെ സേവനം മാറ്റുകയാണ്. ഇത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ ചെലവ് കുറയ്ക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ചെലവ് കുറച്ചാണ് സാധാരണ മനുഷ്യർക്ക് ചെലവ് കുറഞ്ഞ യാത്ര ഇൻഡിഗോ ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയെ വിശ്വസിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുറച്ചു കാലം ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് ഒരു വിമാന സർവീസ് ഉണ്ടായിരുന്നു. വിമാനം എപ്പോഴും ഫുള്ളാണ്. പക്ഷെ ഒരു ദിവസം പോലും അത് കൃത്യസമയത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇൻഡിഗോയുടെ കാര്യം അങ്ങനെയല്ല. അവർ അവരുടെ ഓൺ ടൈം പെർഫോമൻസ് ഡാറ്റ എപ്പോഴും കൃത്യമാക്കി വയ്ക്കും. അങ്ങനെ വലിയ ജനപ്രീതി ഉണ്ടാക്കി ഇൻഡിഗോ എന്ന ബ്രാൻഡ് വളരുകയും ഓഹരി മൂല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ഉടമയുടെ സമ്പത്ത് കൂടുകയും ചെയ്യുന്നതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇൻഡിഗോ അഡപടലം പെട്ടിരിക്കുന്നത്. ഇൻഡിഗോയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇൻഡിഗോയ്ക്ക് പറക്കാൻ കഴിയുന്നില്ല. ഇന്നലെ മാത്രം ഏതാണ്ട് 400 ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദു ചെയ്യപ്പെട്ടു. ഇന്നലത്തെ ഓൺ ടൈം പെർഫോമൻസ് 19.7% എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ 2700 വിമാനങ്ങളിൽ 20% റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ വൈകി ഓടുകയോ ചെയ്തു എന്നർത്ഥം. ഇൻഡിഗോയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറേയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത് ഇൻഡിഗോയുടെ നാശത്തിൻ്റെ തുടക്കമാണോ? ഇൻഡിഗോ ഇല്ലാതായി തീരുമോ? ഇൻഡിഗോയിലൂടെ നമ്മൾ ചെലവ് കുറഞ്ഞ് നടത്തിയിരുന്ന യാത്രകൾ വെറും ദുസ്വപ്നമായി മാറുമോ? ഇന്ത്യയിലെ പൈലറ്റുമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നും അവരുടെ ക്ഷേമം വിമാന കമ്പനികൾ പരിഗണിക്കുന്നില്ല എന്നും പറഞ്ഞ് പൈലറ്റുമാർ കഴിഞ്ഞ കുറേ കാലമായി പ്രതിഷേധത്തിലും സമരത്തിലുമൊക്കെയാണ്. സമരം വിമാന സർവീസിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഈ പരാതിയുടെ തുടർച്ചയായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു പുതിയ ചട്ടം 2024 കൊണ്ടുവരുന്നു. പൈലറ്റുമാരുടെയും വിമാന ജീവനക്കാരുടെയും സമയക്രമത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതായിരുന്നു ഈ മാറ്റം. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇക്കഴിഞ്ഞ നവംബറിൽ, അത് കഴിഞ്ഞ മാസം നടപ്പിലാക്കുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസ് ഈ ഡിസംബറിൽ പ്രഖ്യാപിക്കുന്നു. ഇൻഡിഗോ ഒഴികെ എല്ലാ വിമാന കമ്പനികൾക്കും അത് സുഗമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞില്ല. 2 കാരണം. ഒന്ന്, ഇന്ത്യൻ ആകാശത്തിൻ്റെ 60% ഇൻഡിഗോയുടെ അധീനതയിലാണ്. 2, ചെലവ് കുറഞ്ഞ മാതൃകയിലൂടെ ലാഭമുണ്ടാക്കുന്നതാണ് ഇൻഡിഗോയുടെ രീതി. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയ്ക്ക്
അധിക ബാധ്യത വരുന്ന ഒരു കാര്യവും പെട്ടെന്ന് ഏറ്റെടുക്കാൻ കഴിയില്ല. അധിക ബാധ്യത വരുന്നതായിരുന്നു ഈ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ച് പൈലറ്റുമാർ 8 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി വിമാനം ഓടിക്കാൻ പാടില്ല. ആഴ്ചയിൽ 36 മണിക്കൂർ റെസ്റ്റ് എന്നത് 48 മണിക്കൂറാക്കി മാറ്റി. ആഴ്ചയിൽ 2 ഫ്ലൈറ്റിൽ കൂടുതൽ നൈറ്റ് ലാൻഡിംഗ് നിരോധിച്ചു. എന്ന് വെച്ചാൽ പൈലറ്റുമാർക്ക് അധിക വിശ്രമ സമയം അനുവദിക്കുന്നു. തുടർച്ചയായി അവർക്ക് വിമാനം ഓടിക്കാൻ വിലക്കേർപ്പെടുത്തുന്നു. നൈറ്റ് ഷിഫ്റ്റിൽ ചെയ്യാൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇത്തരത്തിൽ കുറേയധികം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതോടെ വിമാന സർവീസിന് മുഴുവൻ ഷെഡ്യൂളുകളും അഴിച്ചു പണിയേണ്ടി വരുന്നു. ഇൻഡിഗോയുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് 1000 പുതിയ പൈലറ്റുമാരെയെങ്കിലും നിയമിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. 1000 പൈലറ്റുമാരെ നിയമിക്കുമ്പോൾ ഏതാണ്ട് 2000-ഓളം പുതിയ ജീവനക്കാരെ നിയോഗിക്കണം. പൈലറ്റുമാർക്ക് ചെറിയ ശമ്പളമല്ല. മാത്രമല്ല പൈലറ്റുമാരെ ഇത്രയധികം ലഭ്യവുമല്ല. ഏറ്റവും അധികം ഡിമാൻഡുള്ള തൊഴിലുകളിൽ ഒന്നാണ് പൈലറ്റിൻ്റെ തൊഴിൽ. ഇതിന് വഴങ്ങിക്കൊടുത്താൽ ഇൻഡിഗോയ്ക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിഗോ വഴങ്ങിക്കൊടുത്തില്ല. എന്നാൽ ഡിസംബർ 1 മുതൽ ഇത് നിർബന്ധമാക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശവുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് പൈലറ്റുമാരില്ലാത്തതുകൊണ്ട് ഇൻഡിഗോയ്ക്ക് പറക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെയാണ് ഇൻഡിഗോ വിമാനങ്ങൾ ഇങ്ങനെ കൂടെ റദ്ദ് ചെയ്യപ്പെട്ടത്. ഇന്നലെ ആയതോടുകൂടി എല്ലാം കൈവിട്ടുപോയി. ഇൻഡിഗോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യക്ക് അത് സംഭവിക്കും എന്ന അവസ്ഥയിലേക്ക് ഇൻഡിഗോ വളർന്നിരിക്കുകയാണ് എന്ന് മറക്കരുത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഭൂരിപക്ഷം പേരും അത്യാവശ്യക്കാരാണ്. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. കമ്പനി ഉടമകൾ, കമ്പനിയിലെ ഉയർന്ന പദവി വഹിക്കുന്നവർ, ജഡ്ജിമാർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. ഇതോടുകൂടി രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും തകരാറിലാകുന്നു. പല വക്കീലന്മാർക്കും കോടതികളിൽ എത്താൻ കഴിയാതെ പോകുന്നു. പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ വരുന്നു. വലിയ ബിസിനസ് മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വളർച്ചയെ ദോഷമായി സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എല്ലാം കൈവിട്ടുപോയി എന്ന് DGCAക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്നലെ അടിയന്തരമായി DGCA നിർബന്ധിത ഉത്തരവുകൾ പിൻവലിച്ചു. ഫെബ്രുവരി വരെ ഇത് നടപ്പിലാക്കാൻ സാവകാശവും കൊടുത്തു. അതോടുകൂടി തൽക്കാലത്തേക്ക് പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധി ഇന്ന് വലിയ തോതിൽ തന്നെ തുടരും. ഡിസംബർ 15-ാം തീയതി വരെ ഇതിന് അനുരണനങ്ങൾ ഉണ്ടാവുമെന്നും വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവർ ഒന്ന് പരിശോധിച്ചും അന്വേഷിച്ചിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് ഇൻഡിഗോ പറയുന്നത്. ഡിസംബർ 15ഓടുകൂടി എല്ലാം ശരിയാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇൻഡിഗോ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി അട്ടിമറി നടത്തിയതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരാണ് പെട്ടുപോയത്. ഡൽഹിയിൽ നിന്ന് മാത്രം ഏതാണ്ട് 220ഓളം വിമാനങ്ങൾ ഇന്നലെ മാത്രം റദ്ദ് ചെയ്യപ്പെട്ടു. ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും ഒക്കെയുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടതോടെ സകലയിടങ്ങളിലും വലിയ ആൾക്കൂട്ടമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വിഷമിച്ചു. പകരം സംവിധാനം പോലും ഇല്ലാതെ പലരും വെള്ളം കുടിച്ചു. പ്രതിസന്ധി തൽക്കാലത്തേക്ക് പരിഹരിച്ചെങ്കിലും ബുദ്ധിമുട്ടിലായ മനുഷ്യരുടെ ബുദ്ധിമുട്ട് തുടരും. എല്ലാവർക്കും ബുക്ക് ചെയ്ത ടിക്കറ്റ് റീഫണ്ട് ചെയ്യും എന്ന് ഇൻഡിഗോ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനിക്കില്ല. പലരും പകരം ടിക്കറ്റ് എടുത്തത് വലിയ നിരക്ക് കൊടുത്താണ്. ആ തുക അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. 6 മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. വിമാനയാത്ര മുടങ്ങിയതുകൊണ്ടുണ്ടായ എല്ലാ ബാധ്യതകളും വിമാന കമ്പനി ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഇൻഡിഗോ പ്രതിസന്ധിയിൽ പെട്ടുപോയവർ വിമാന കമ്പനിക്ക് കത്തെഴുതി നഷ്ടപ്പെട്ട പണം തിരിച്ചു ചോദിക്കുക. ഇല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരവും നഷ്ടപ്പെട്ട പണവും തിരിച്ചു കിട്ടും.